കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനമായ സിൽവാസ പ്രകൃതി രമണീയതയ്ക്കും ശാന്തമായ അന്തരീക്ഷത്തിനും മാത്രമല്ല മതപരമായ അടയാളങ്ങൾക്കും പേരുകേട്ടതാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദരണീയവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഓം നിഖിലേശ്വർ മഹാദേവ് മന്ദിർ. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ശിവനെ കൂടാതെ 126 പ്രതിഷ്ഠകൾ കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. എല്ലാ സൃഷ്ടികളുടെയും ഉറവിടമെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവ്യവും പ്രാപഞ്ചികവുമായ ശബ്ദത്തെ പ്രതിനിധീകരിക്കുന്ന ഓം എന്ന ഹിന്ദു ചിഹ്നത്തിന്റെ പേരാണ് ഈ ക്ഷേത്രത്തിന് നൽകിയിരിക്കുന്നത്. പരമ്പരാഗത ഹിന്ദു ശൈലിയിലാണ് ഓം ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ മനോഹരമായ വാസ്തുവിദ്യയും സങ്കീർണമായ കൊത്തുപണികളും ഈ ക്ഷേത്രം ഉൾക്കൊള്ളുന്നു. ഓം ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിലൊന്നാണ് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുന്ന ശിവന്റെ കൂറ്റൻ പ്രതിമ. 12 അടിയിലധികം ഉയരമുള്ള ഈ പ്രതിമ ഒരു കറുത്ത കരിങ്കലിൽ കൊത്തിയെടുത്തതാണ് എന്നതിനാൽ ഇവ ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയം ഒരു വലിയ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്നതിനാൽ വിവിധ ഹിന്ദു ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മറ്റ് നിരവധി ആരാധനാലയങ്ങളും ഘടനകളും ഈ സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. ക്ഷേത്ര സമുച്ചയത്തിലെ പ്രധാന ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്നു എന്നതുകൂടാതെ ശിവന്റെ ദിവ്യശക്തിയുടെ പ്രതീകമായ മനോഹരമായ ഒരു ശിവലിംഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. സിൽവാസയുടെ മതപരവും സാംസ്കാരികവുമായ പൈതൃകത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. പരമശിവന് വേണ്ടി ഒരു ദൈവിക ആരാധനാലയം സൃഷ്ടിക്കാൻ ശ്രമിച്ച സന്യാസിമാരും സിദ്ധന്മാരും ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് എന്നാണ് ഐതിഹ്യം. 2004 ഏപ്രിൽ 21 നിർമ്മാണം ആരംഭിച്ച ഓം നിഖിലേശ്വർ മഹാദേവ് മന്ദിറിന്റെ വിസ്തീർണം 40,000 ചതുരശ്ര അടിയാണ്. ക്ഷേത്രത്തിന് 400ഓളം തൂണുകളുണ്ട് എന്നതുകൂടാതെ മഹാദേവ ക്ഷേത്രമായതിനാൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സ്റ്റീൽ ഉപയോഗിച്ചിട്ടില്ല എന്നതും ഈ ക്ഷേത്രത്തെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. ഓം നിഖിലേശ്വർ മഹാദേവ് മന്ദിറിന്റെ വാസ്തുവിദ്യ പരമ്പരാഗതവും സമകാലികവുമായ ഘടകങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ഒരു മിശ്രിതം പ്രദർശിപ്പിക്കുന്നു. അതിസങ്കീർണമായ കൊത്തുപണികൾ, അലങ്കരിച്ച തൂണുകൾ, ആകാശത്തേക്ക് നീളുന്ന ഗംഭീരമായ ഒരു ശിഖരം എന്നിവയാൽ ഈ ക്ഷേത്രം ഉയർന്നു നിൽക്കുന്നു. ഊർജ്ജസ്വലമായ നിറങ്ങളുടെ ഉപയോഗവും അതിമനോഹരമായ ശിലാഫലകവും അതിന്റെ സൗന്ദര്യാത്മക ആകർഷണം വർദ്ധിപ്പിക്കുന്നു. ഓം നിഖിലേശ്വർ മഹാദേവ് മന്ദിറിനെ സംബന്ധിച്ചിടത്തോളം ഭക്തർക്ക്, പ്രത്യേകിച്ച് ശിവനെ ആരാധിക്കുന്നവർക്ക് വളരെയധികം മതപരമായ പ്രാധാന്യമുണ്ട്. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ഈ ക്ഷേത്രം ശിവന്റെയും അദ്ദേഹത്തിന്റെ ദിവ്യപത്നിയായ പാർവതിയുടെയും ഒരു പുണ്യവാസ സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ദൂരദിക്കുകളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ ദേവീദേവന്മാരുടെ അനുഗ്രഹം തേടിയും പ്രാർത്ഥനകൾ അർപ്പിക്കാനുമായി ഈ ക്ഷേത്രത്തിലെത്തുന്നു. ഓം നിഖിലേശ്വർ മഹാദേവ് മന്ദിറിന് ചുറ്റുമുള്ള പ്രദേശത്തെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ ശക്തിയുണ്ടെന്ന് പ്രദേശവാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുമെന്ന പ്രതീക്ഷയിൽ ശിവന്റെ അനുഗ്രഹം തേടി ഭക്തർ ഓം നിഖിലേശ്വർ മഹാദേവ് മന്ദിറിലേക്ക് ഒഴുകുന്നു. നിരവധി ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ ഒരു പൂന്തോട്ടത്തിനും ഈ ക്ഷേത്രം പേരുകേട്ടതാണ്. അതിനാൽ തന്നെ ചുറ്റി നടക്കാനും വിശ്രമിക്കാനും ശാന്തമായ ചുറ്റുപാടുകൾ ആസ്വദിക്കാനുമുള്ള മികച്ച സ്ഥലം കൂടിയായി ഈ പൂന്തോട്ടം മാറുന്നു. ഓം ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും കേന്ദ്രം കൂടിയാണ്. സംഗീത കച്ചേരികൾ, യോഗ റിട്രീറ്റുകൾ, ആത്മീയ ശില്പശാലകൾ എന്നിവയുൾപ്പെടെ നിരവധി സാംസ്കാരികവും ആത്മീയവുമായ പരിപാടികൾക്കും ഈ ക്ഷേത്രം ആതിഥേയത്വം വഹിക്കുന്നു. അതിനാൽ തന്നെ ആത്മീയതയുടെയും സംസ്കാരത്തിന്റെയും സമന്വയം പ്രദാനം ചെയ്യുന്ന മനോഹരവും ശാന്തവുമായ ഒരു സ്ഥലം കൂടിയാണ് ഓം ക്ഷേത്രം.